അസ്സലാമലൈക്കും ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചോറിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ ഈ കറി തയ്യാറാക്കിയെടുക്കാം. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ കറി വഴുതനങ്ങ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം 4 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് അധികം കനമില്ലാണ്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ട മസാല തയ്യാറാക്കാം. 1.5 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് എരിവ് ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം. ഇതധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മാത്രം വെള്ളവും ചേർത്തിട്ട് 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതൊരു പേസ്റ്റ് രൂപത്തിലായി കിട്ടണം ഈ ഒരു മസാല. എന്നിട്ട് വേണം അതിലേക്ക് ഓരോന്ന് ഇട്ടിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ ഞാൻ ഈ മസാലയിലെല്ലാം ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു 10 മിനിറ്റ് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് വല്ലാണ്ട് മൊരിഞ്ഞ മാതിരി ആവരുത്, ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കട്ട കുത്തിയിട്ട് ഇടരുത്. ഇങ്ങനെ ഓരോന്നായിട്ട് അടുത്തടുത്തായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ ഇതിൻ്റെ ഒരു ഭാഗം മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതാ 2 ഭാഗം നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉപ്പും തൈരും കൂടിയിട്ട് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് മുക്കി വെക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ ഒന്ന് താഴ്ത്തി മുക്കി വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് മുക്കി വെച്ച് കൊടുത്താലാണ് കേട്ടോ ഇതിലുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഈ തൈരിൽ പിടിച്ച് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് അത്യാവശ്യം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 ചുവന്ന മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്, അതുകൊണ്ട് 1 മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്താലും മതി. ഈ താളിപ്പ് ഇതിൽ ഒഴിച്ചതിന് ശേഷം 1 സ്പൂണ് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കരുത്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം അങ്ങനെ മൂടി വെക്കണം. എന്നിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം വെച്ചാലാണ് കേട്ടോ ഇതിലുള്ള എരിവും പുളിയും എല്ലാം കറക്റ്റ് സെറ്റായിട്ട് ആ ഒരു കറിയുടെ ടേസ്റ്റ് നമുക്കിങ്ങോട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.